ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് SCERT ആയിട്ടാണ് കേട്ടോ. SCERT എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. നമുക്ക് SCERT എന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ A to Z കാര്യങ്ങൾ ഞാനിതിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആണ് കേട്ടോ. 5ാം ക്ലാസ്സിലെ മലയാളം ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പോൾ അതിൽ എല്ലാം, അതായത് കഥയായാലും കവിതയായാലും അതിൽ എഴുതിയിരിക്കുന്ന ആളുകളുടെയും അതിൻ്റെ ആ സാഹിത്യ വിഭാഗം ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതൊരു സീരിയസ് ആയിട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു 5 to, അതായത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകൾ ചെയ്യണം. അതിനുശേഷം NCERT +1 +2 ചെയ്യണം എന്നുള്ളൊരു ഒരു തീരുമാനമുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സിന്റെ മലയാളം ടെക്സ്റ്റ് ബുക്ക് ആണ് കേട്ടോ. 5ാം ക്ലാസ്സിന്റെ മലയാളം ടെക്സ്റ്റ് ബുക്ക് ആണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ പാർട്ട് 1ഉം 2ഉം ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവർ പോയി കാണുക. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആവശ്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഇതിലോട്ട് പോവാം. അപ്പൊ ഇന്ന് ഇതാണ് കേട്ടോ നമ്മുടെ ചാപ്റ്റർ വരുന്നത്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, ഭാഗം 1ൽ വരുന്നത് ഇത്രയുമാണ്. അതായത് ഇത്തിരി പൂവേ കുരുന്ന പൂവേ എന്ന് പറയുന്നതിൽ വരുന്നത് മണ്ണിന്റെ കിനാവുകൾ, കാട്ടിലെ മഴ, ഡെയ്സി ചെടി, അടുത്ത ഇതിൽ വരുന്നത് ഒപ്പം ചിരിക്കാം, ഓർത്തു ചിരിക്കാം, വായുവില്ലാത്ത ലോകം, കടങ്കഥ, നീർനാഗം. അടുത്തത് നടന്നു നടന്ന് പിന്നെ പറന്നു പറന്ന്, ഇടുക്കിയുടെ താജ്മഹൽ, ഉയരങ്ങളിലേക്ക് ഒരു യാത്ര, ഉണ്ണിയുടെ വിമാനയാത്ര. ഓക്കെ, ഇതാണ് നമ്മുടെ ഇത് വരുന്നത്. ഓക്കെ, ഉള്ളടക്കം വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കിയാലോ. ആദ്യത്തെ എന്ന് പറയുന്നത് മണ്ണിന്റെ കിനാവുകൾ. ഓക്കെ, അപ്പൊ ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി തരാനാണ്. അപ്പൊ ഇതിൽ ആദ്യമായിട്ട് വരുന്നത് മണ്ണിന്റെ കിനാവുകളാണ് വരുന്നത്. ഇത് ആരാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? P. മധുസൂദനനാണ് കേട്ടോ. P. മധുസൂദനനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് ഏതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? ഭൂമി പാടുന്ന ശീലുകൾ. ഭൂമി പാടുന്ന ശീലുകൾ എന്നിൽ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ റൈറ്റർ ആയിട്ടുള്ള P. മധുസൂദനന്റെ കുറച്ച് കൃതികൾ നമുക്ക് നോക്കാം. പ്രപഞ്ചവും കാലവും, അതിനുമപ്പുറം എന്താണ്, മുക്കുറ്റിപ്പൂവിന്റെ ആകാശം, ഞാൻ ഇവിടെയുണ്ട്, ഭൂമി പാടുന്ന ശീലുകൾ, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരം അദ്ദേഹത്തിന് അതിനുമപ്പുറം എന്താണ് എന്ന കൃതിയിലൂടെ നേടി. ഓക്കെ, അപ്പൊ അദ്ദേഹം 9/10/2018 അന്തരിച്ചു. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ച് അധികം നമുക്ക് ഡീറ്റെയിൽസ് അങ്ങനെ അവൈലബിൾ അല്ല കേട്ടോ. അപ്പൊ ഞാൻ കിട്ടിയത് എടുത്തതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? ഒരു തൈ നടാം. അടുത്ത ചാപ്റ്റർ ആയിട്ട് വരുന്നത് ഒരു തൈ നടാം എന്നുള്ളതാണ്. എഴുതിയത് ആരാണ്? സുഗതകുമാരി അല്ലെ? നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കവയിത്രി ആയിട്ടുള്ള സുഗതകുമാരിയാണ് ഒരു തൈ നടാം എന്നുള്ളത് എഴുതിയത്. അപ്പൊ നമുക്ക് സുഗതകുമാരിയെ കുറച്ച് കാര്യങ്ങൾ നോക്കിയാലോ. 1934 ജനുവരി 22-നാണ് ജനനം. മലയാള കവി, പരിസ്ഥിതി പ്രവർത്തക എന്നീ മേഖലകളിലാണ് അവർക്ക് പ്രശസ്തി. ഓക്കെ, 1968 കേരള സാഹിത്യ അക്കാദമി അവാർഡ് പാതിരാപ്പൂക്കൾ എന്ന കൃതിക്കും, 1978 സാഹിത്യ അക്കാദമി അവാർഡ് രാത്രിമഴ എന്ന കൃതിക്കും, 1982 ഓടക്കുഴൽ അവാർഡ് അമ്പലമണിക്കും, അതുപോലെ തന്നെ 1984 വയലാർ അവാർഡ് അമ്പലമണിക്കും നേടി. 1991 ആശാൻ അവാർഡും, 2001 ലളിതാംബിക അവാർഡും, 2003 വള്ളത്തോൾ അവാർഡും, 2004 ബാലാമണി അമ്മ അവാർഡും, 2006 പത്മശ്രീയും നേടി. ഓക്കെ, അപ്പൊ ഇതാണ് സുഗതകുമാരിയുടെ അവാർഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 1934 ജനുവരി 22-നാണ് ജനനം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? 2007 P. കുഞ്ഞിരാമൻ നായർ അവാർഡ്, 2009 എഴുത്തച്ഛൻ അവാർഡ്, 2012 സരസ്വതി സമ്മാൻ മണലെഴുത്ത് എന്ന് പറയുന്ന കൃതിക്ക് ലഭിച്ചു, 2014 മാതൃഭൂമി ലിറ്റററി അവാർഡ് ലഭിച്ചു. ഓക്കെ, പ്രധാന കൃതികൾ ഇതൊന്നും അല്ല കേട്ടോ, ഇതിൽ ഒരുപാടുണ്ട്. ഞാൻ കുറച്ചൊരു എക്സാമ്പിളിന് വേണ്ടി എടുത്തതാണ്. പ്രധാന കൃതികൾ എന്ന് പറയുന്നത് ആദ്യത്തെ മുത്തുച്ചിപ്പി, പാതിരാപ്പൂക്കൾ, രാത്രിമഴ, അമ്പലമണി, ദേവദാസി, വാഴത്തേൻ, വാരിയെല്ല്, കാടിനുകാവൽ. ഓക്കെ, അപ്പൊ പ്രധാന കൃതികൾ എന്ന് പറയുന്നത് ഇത്രയോ ആണ്. ഇനിയും ഒരുപാട് ഉണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് സുഗതകുമാരിയെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. ഓക്കെ, അടുത്തത് എന്താണ്? കാട്ടിലെ മഴ. കാട്ടിലെ മഴ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇത് ഇലകളിൽ ചോരുന്ന ആകാശം എന്നുള്ളതിൽ നിന്നും ഈ സോമനാഥിന്റേതാണ് ഈ കഥ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഇതില് ഈ ചാപ്റ്ററിൽ ഈ സോമനാഥിനെ കുറിച്ച് അധികം വിവരങ്ങൾ അങ്ങനെ ലഭ്യമല്ല കേട്ടോ. അപ്പൊ ഞാൻ ഇതില് ആ ഒരു ചാപ്റ്ററിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു കുഞ്ഞു കവിത പോലെ കൊടുത്തിട്ടുണ്ട്. ഒരു 4 വരി കവിത കൊടുത്തിട്ടുണ്ട്. എണ്ണ കണ്ടു മാമലകൾ, പണക്കാരായി പറമ്പുകൾ, മരുന്നു വെച്ചു മുറികൾ,
കെട്ടി വെട്ടേറ്റ കാടുകൾ, പി കുഞ്ഞിരാമൻ നായർ. ഇപ്പോഴത്തെ നമ്മുടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ കണ്ടുവരുന്ന ഒരു ഇപ്പോന്നല്ല എപ്പോഴും കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആണ്. അതായത് ചെറിയൊരു കവിത തന്നിട്ട് ഇത് എഴുതിയ ആൾ ആരാണെന്നുള്ള ഒരു ചോദ്യം ഇപ്പൊ ഞാൻ ഒരു 3-4 ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഇത് SCERT ഫാക്ട് ആയതുകൊണ്ട് തന്നെ ഇത് ചോദിക്കാൻ ഒരു സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ എണ്ണ കണ്ടു മാമലകൾ, പണക്കാരായി പറമ്പുകൾ, മരുന്ന് വെച്ചു മുറികൾ, കെട്ടി വെട്ടേറ്റ കാടുകൾ, പി കുഞ്ഞിരാമൻ നായർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ലാസ് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നോട്ട്ബുക്കുമായിട്ട് ഇരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പൊ ഞാനൊരു ഇത് പറഞ്ഞു തരാം. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന കാര്യങ്ങൾ ഞാൻ എല്ലാം ഷോർട്ട് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഒരു നോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഷോർട്ട് ആയിട്ടൊന്ന് ഇതൊന്ന് എഴുതി വെക്കുക. ജസ്റ്റ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി വെക്കുക. എഴുതി വെച്ചതിന് ശേഷം ഈ നമ്മുടെ സമഗ്രയിൽ നിന്ന് 5ാം ക്ലാസ്സിന്റെ, അതായത് ഇത് പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ് കേട്ടോ, 2024 പുതിയ ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് ആ PDF നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം ഏതെങ്കിലും പോയിന്റ് മിസ്സായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് എഴുതി ചേർക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത്, അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിന്റെ ഒരു ഭാഗം 2 കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ അതും കൂടെ കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിന്റെ മലയാളം എന്നുള്ള ആ ഒരു ടോപ്പിക് നമ്മുടെ കംപ്ലീറ്റ് ആവും. അപ്പൊ അങ്ങനെ ഓരോരോ ഞാൻ ഇതിന്റെ ഒരു സീരീസ് ആയിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മളിങ്ങനെ SCERT ഓരോന്നോരോന്നായി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സ്ട്രാ വെളിയിൽ നിന്ന് പൈസ കൊടുത്ത് ബുക്ക് മേടിക്കേണ്ട കാര്യമില്ല. കാരണം അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പല പോയിന്റ്സും മിസ്സായിട്ടുണ്ടാവും. അപ്പൊ നമ്മൾക്ക് സ്വന്തമായിട്ട് നമ്മൾ നോട്ട് എഴുതിയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് SCERTയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും മനസ്സിലാവാനും കാര്യങ്ങളും കേട്ടോ. അപ്പൊ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഇരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് എന്താണ്? അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഡെയ്സി ചെടിയാണ് കേട്ടോ. ഡെയ്സി ചെടി ഇത് ആൻഡേഴ്സൺ കഥകളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇതിന്റെ വിവർത്തനം എന്ന് പറയുന്നത് A. വിജയനാണ്. A. വിജയനാണ് ഇതിന്റെ വിവർത്തനം. ഓക്കെ, അടുത്തത് വായുവില്ലാത്ത ലോകം. വായുവില്ലാത്ത ലോകം ഇത് എഴുതിയിട്ടുള്ളത് ആരാണ്? കുഞ്ചൻ നമ്പ്യാരുടേതാണ് കേട്ടോ. ധ്രുവചരിതം, ശീതങ്കൻ തുള്ളൽ. ഓക്കെ, കുഞ്ചൻ നമ്പ്യാര്, ധ്രുവചരിതം, ശീതങ്കൻ തുള്ളൽ. കുഞ്ചൻ നമ്പ്യാർ 1705 മെയ് 5 ജനനം പാലക്കാടാണ്. കവി, അതുപോലെ തന്നെ അദ്ദേഹം ഒരു ആക്ഷേപഹാസ്യം അല്ലെ എന്നീ മേഖലകളിലും അദ്ദേഹം പ്രസിദ്ധനാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികൾ എന്ന് പറയുന്നത് ഓട്ടൻ തുള്ളല്, അതുപോലെ തന്നെ ശീതങ്കൻ തുള്ളല്, പറയൻ തുള്ളല്, അതുപോലെ ഇതര കൃതികൾ, ഇങ്ങനെ പല വിഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ കൃതികളുണ്ട്. അപ്പൊ ഇതിൽ ഓട്ടൻ തുള്ളലിൽ വരുന്നതാണ് കിരാതം വഞ്ചിപ്പാട്ട്, അതുപോലെ രുക്മിണി സ്വയംവരം, രാമാനുജ ചരിതം, അതുപോലെ ബാണയുദ്ധം, സീതാ സ്വയംവരം, ലീലാവതി ചരിതം, അങ്ങനെ പോകും. ഓക്കെ, സന്താന ഗോപാലം, ഘോഷയാത്ര എന്നിങ്ങനെ. അപ്പൊ അതുപോലെ ശീതങ്കൻ തുള്ളലിൽ വരുന്നതാണ് കല്യാണ സൗഗന്ധികം, അതുപോലെ ധ്രുവചരിതം, ഹരിണി സ്വയംവരം, കൃഷ്ണലീല, ഗണപതി പ്രാതൽ എന്നിവ. പറയൻ തുള്ളലുകളിൽ വരുന്നതാണ് സഭാപ്രവേശം, പുളുന്തി മോഷം, ദക്ഷയാഗം, കീചകവധം, കുംഭകർണവധം, ഹരിചന്ദ്ര ചരിതം എന്നിവ. അപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ആണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ഇതിൽ ഒരുപാട് ഉണ്ട് ഇനിയും. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഇതര കൃതികളായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? പഞ്ചതന്ത്രം കിളിപ്പാട്ട്, ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാളം, അതുപോലെ രുക്മിണി സ്വയംവരം 10 വൃത്തം, ശിവപുരാണം, നളചരിതം, കിളിപ്പാട്ട്, വിഷ്ണുഗീത എന്നിവയാണ് അദ്ദേഹത്തിന്റെ ഇതര കൃതികളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ മരണം എന്ന് പറയുന്നത് 1770 അമ്പലപ്പുഴയിലായിരുന്നു മരണം എന്ന് പറയുന്നത്. അദ്ദേഹം 1705 മെയ് 5 പാലക്കാടാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, അപ്പൊ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോ സാഹിത്യത്തിലൊക്കെ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഒരുപാട് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോ ഇത്രയാണ് കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഞാൻ അടുത്തതെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു കൃതിയുടെ തൊട്ട് താഴെയായിട്ട് വീണ്ടും ഒരു 4 വരി കവിത കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നത് മലരണി കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി, കറയറ്റൊരാലസൻ ഗ്രാമഭംഗി. ഓക്കെ, കറയറ്റൊരാലസൻ ഗ്രാമഭംഗി. ഇതാരാണ് എഴുതിയിരിക്കുന്നത്? നമ്മുടെ ചങ്ങമ്പുഴയാണ്. ചങ്ങമ്പുഴയാണ് ഈ ഒരു 4 വരി കവിത എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തെന്ന് പറയുന്നത് കടങ്കഥ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് വരുന്നത്. കടങ്കഥ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. നമ്മുടെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും. ഓക്കെ, ഡോക്ടർ കെ ശ്രീകുമാറാണ് പുനരാഖ്യാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് നോക്കാം. അടുത്തത് കടങ്കഥയിലെ ഭാഷ. ഓക്കെ, കടങ്കഥയിലെ ഭാഷ എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് ചിലപ്പോൾ നമുക്ക് ഒരു മാർക്കിന് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. കടങ്കഥയിലെ ഭാഷ സാധാരണ ഭാഷ. ഓക്കെ, മുറ്റത്തെ ചെപ്പിനടപ്പില്ല. എന്താണ് ആൻസർ? കിണറാണല്ലേ. മുറ്റത്തെ ചെപ്പിനടപ്പില്ല എന്ന് പറയുന്നത് എന്താണ്? കിണറാണ്. കൊക്കിരിക്കും കുളം വറ്റി. കൊക്കിരിക്കും കുളം വറ്റി. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? കൊളുത്തിവെച്ച നിലവിളക്കിലെ എണ്ണ വറ്റി. കൊളുത്തിവെച്ച നിലവിളക്കിലെ എണ്ണ വറ്റി.
മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല, പാവയ്ക്ക അഥവാ കൈപ്പയ്ക്ക. അതിനെയാണ് നമ്മൾ മുള്ളുണ്ട് മുരിക്കല്ല, കയ്പുണ്ട് കാഞ്ഞിരമല്ല എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത നോക്കാം. അടുത്തത് നീർനാഗം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. സർപ്പയജ്ഞം, വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെയാണ് നീർനാഗം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനുമായിട്ട് റിലേറ്റഡ് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് അബ്ദുറഹ്മാൻ മുഹമ്മദ് ബഷീർ. ഓക്കെ, അബ്ദുറഹ്മാൻ മുഹമ്മദ് ബഷീർ ജനുവരിയിൽ 1908 തലയോലപ്പറമ്പ്. ഓക്കെ, തലയോലപ്പറമ്പ് വൈക്കം, അവിടെയാണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, അപ്പൊ വൈക്കത്താണ് ജനിച്ചത്. ബാല്യകാല സഖി, എന്റെ ഉപ്പൂപ്പാക്കൊരു ആന ഉണ്ടാർന്ന്, പാത്തുമ്മയുടെ ആട് എന്നിവയാണ് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ കൃതികൾ എന്ന് പറയുന്നത്. ഓക്കെ, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് 1970-ലും കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് 1981-ലും പത്മശ്രീ മികച്ച കഥയ്ക്കുള്ള കേരള ചലച്ചിത്ര പുരസ്കാരം 1989-ലും ലളിതാംബിക അന്തർജനം അവാർഡ് 1992-ലും മുപ്പത്തുവർക്കി പുരസ്കാരം 1993-ലും വള്ളത്തോൾ പുരസ്കാരം 1993-ലും മരണം 5 ജൂലൈ 1994-ലും സംഭവിച്ചു. ഓക്കെ, അതുപോലെ തന്നെ 1982-ല് ഓക്കെ 1982-ല് ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചു. ഓക്കെ, 1982-ലാണ് അദ്ദേഹത്തെ പത്മശ്രീ പുരസ്കാരം നൽകിയിട്ട് ആദരിച്ചു. ഏറ്റവും അധികം വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണെന്നും അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. ഓക്കെ, ഏറ്റവും കൂടുതൽ എഴുത്തുകാർ, അതായത് വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം എന്നും വിശേഷിപ്പിക്കപ്പെട്ടു. ജനകീയനായ എഴുത്തുകാരനായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നമ്മൾ പറയുന്ന വേറൊരു പേരെന്താണ്? ബേപ്പൂർ സുൽത്താൻ അല്ലെ? ബേപ്പൂർ സുൽത്താനാണ്. അദ്ദേഹം ഒരു നോവലിസ്റ്റും അതുപോലെ തന്നെ കഥാകൃത്തും ആയിരുന്നു. ഓക്കെ, എന്നാൽ ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിലും അദ്ദേഹം അറിയപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇതാണ് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ബാല്യകാല സഖി, എന്റെ ഉപ്പൂപ്പാക്കൊരു ആനയുണ്ടാർന്നു, പാത്തുമ്മയുടെ ആട് ഓക്കെ എന്നിവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. ഓക്കെ, എല്ലാവരും ഓർത്തു വെക്കുന്ന രീതിയിലുള്ള കൃതികൾ എന്ന് പറയുന്നത് ഇതായിരുന്നു. ഓക്കെ, വേറെയും നോവലുകൾ ഉണ്ട് കേട്ടോ. നോവലുകളും കണ്ട പ്രേമലേഖനം, സർപ്പയജ്ഞം, അതുപോലെ തന്നെ ആനവാരിയും പൊൻകുരിശ്, മതിലുകൾ അല്ലെ? മതിലുകൾ നോവൽ 1989 അടൂർ ഗോപാലകൃഷ്ണന്റെ മതിലുകൾ എന്ന പേരിൽ അതൊരു സിനിമയും ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഭൂമിയുടെ അവകാശികള്, അനുരാഗത്തിന്റെ ദിനങ്ങള്, അങ്ങനെ ഭാർഗവി നിലയം, നീലവെളിച്ചം, അങ്ങനെ ഒരുപാട് വേറെ നോവലുകളും കാര്യങ്ങളും അദ്ദേഹത്തെ കുറിച്ച് ഉണ്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഈ 3 ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നോക്കാം. ഇടുക്കിയുടെ താജ്മഹൽ. ഓക്കെ, നമുക്കൊരു ഇടം വരെ പോയാലോ? ഇടുക്കിയുടെ താജ്മഹൽ. ഓക്കെ, സുസ്മേഷ് ചന്ദ്രോത്തിന്റെയാണ്. സുസ്മേഷ് ചന്ദ്രോത്ത്. ഓക്കെ, അടുത്തത് ഉയരങ്ങളിലേക്ക് ഒരു യാത്ര, കഥയുറങ്ങുന്ന വഴിയിലൂടെ കെ തായാട്ട്. ഓക്കെ, കെ തായാട്ട്. അപ്പൊ മുൻപത്തെ ആ വ്യക്തിയുടെ അവരെ കുറിച്ചൊന്നും അധികം അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അത് പറയാത്തത്. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. കഥയുറങ്ങുന്ന വഴിയിലൂടെ കെ തായാട്ട്. ഓക്കെ, അപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് ഒരു അധ്യാപകനും കൂടെയാണ്. കെ തായാട്ട് എന്ന് പറയുന്നത് അധ്യാപകനാണ്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ഗദ്യ സാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനും ദേശാഭിമാനി വാരികയുടെ പത്രാധിപരും ആയിരുന്നു. ഓക്കെ, അദ്ദേഹം ഇത്രയും കാര്യങ്ങളിലാണ് ഫേമസ് ആയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ എന്ന് പറയുന്നത് അന്തർദർശനം, അതുപോലെ തന്നെ സീതയും നിരൂപകന്മാരും, ദുരവസ്ഥ ഒരു പഠനം, ആശാൻ നവോത്ഥാനത്തിന്റെ കവി, വള്ളത്തോൾ നവയുഗത്തിന്റെ കവി, ജയപ്രകാശ് നാരായണൻ, പാർലമെന്ററി ജനാധിപത്യം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെ അദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ട് ഉള്ളൂ. ഓക്കെ, ജനനം എന്ന് പറയുന്നത് എപ്പോഴാണ്? 1924 ഓഗസ്റ്റ് 5-ന് പന്ന്യന്നൂർ വെച്ചിട്ടാണ് കേട്ടോ ജനനം എന്ന് പറയുന്നത്. 1985 മാർച്ച് 23-ന് ബോംബെയിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഓക്കെ, അടുത്ത എന്താണ്? ഉണ്ണിയുടെ വിമാനയാത്ര. ഉണ്ണിയുടെ വിമാനയാത്ര എഴുതിയത് ആരാണ്? ബാലാമണി അമ്മയാണ്. ബാലാമണി അമ്മ. ഓക്കെ, അപ്പൊ ബാലഹൃദയം എന്ന് പറയുന്ന അവരുടെ കൃതിയിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. ഓക്കെ, മാതൃത്വത്തിന്റെ കവയിത്രി എന്നറിയപ്പെടുന്ന ബാലാമണി അമ്മ തൃശൂർ ജില്ലയിലെ നാലപ്പാട്ട് തറവാട്ടില് 1909 ജൂലൈ 1-നാണ് ജനിച്ചത്. കവിയായ നാലാപ്പാട്ട് നാരായണ മേനോൻ അമ്മാവനായിരുന്നു. 1930 മുതൽ കവിതകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങി. ഓക്കെ, അമ്മ 1934, കുടുംബിനി 1936, പ്രഭാങ്കുരം 1942, കളിക്കൊട്ട 1949, പ്രണാമം 1954, സോപാനം 1958, മഴുവിന്റെ കഥ 1966, വെയിലാറുമ്പോൾ 1971, മാതൃഹൃദയം 1988 തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ. ഓക്കെ, മുത്തശ്ശി എന്ന കൃതിക്ക് 1964 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും 1965 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. 1987
രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. 1987 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. 1995 സമഗ്ര സംഭാവനയ്ക്കുള്ള എഴുത്തച്ഛൻ പുരസ്കാരവും 1966 സരസ്വതി സമ്മാനവും ലഭിച്ചു. പ്രശസ്ത സാഹിത്യകാരിയായിട്ടുള്ള കമലാദാസ് അല്ലെ, കമലാദാസ് എന്ന മാധവിക്കുട്ടി എന്ന് പറയുന്നത് ബാലാമണി അമ്മയുടെ മകളാണ്. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ അവർക്ക് ലഭിച്ചിട്ടുള്ള അവാർഡുകൾ എന്ന് പറയുന്നത് സാഹിത്യ നിപുണ ബഹുമതി 1963 കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1964 മുത്തശ്ശിക്ക്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 1965 മുത്തശ്ശിക്ക്, കേരള സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പ് 1979 സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം അവാർഡ് 1981 അമൃതം ഗമയയ്ക്ക്, പത്മഭൂഷൺ 1987, മൂലൂർ അവാർഡ് 1988 നിവേദ്യത്തിന്, സമസ്ത കേരള സാഹിത്യ പരിഷത്ത് അവാർഡ് 1990, ആശാൻ പുരസ്കാരം 1991, ലളിതാംബിക അന്തർജന പുരസ്കാരം 1993, വള്ളത്തോൾ പുരസ്കാരം 1993, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് 1994, എഴുത്തച്ഛൻ പുരസ്കാരം 1995, മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്ക് സരസ്വതി സമ്മാനം 1995, NV കൃഷ്ണവാര്യർ പുരസ്കാരം 1997. ഓക്കെ. അപ്പൊ അടുത്തതെന്ന് പറയുന്നത് ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു 2 വരി കവിതയാണ്. ചൂടുന്നതില്ലി ചെറുതീയതൊന്നുമേ കെടുന്നുമില്ലി മഴയത്തു പോലുമേ. ഓക്കെ, അതായത് ചൂടുന്നതില്ലി ചെറുതീയതൊന്നുമേ കെടുന്നുമില്ലി മഴയത്തു പോലുമേ. ഓക്കെ, കുമാരനാശാന്റെ ഒരു കവിതയാണ്. അതിന് എടുത്തിട്ടുള്ള 2 വരിയാണ്. ഓക്കെ, അപ്പൊ ഇതോട് കൂടിയിട്ട് നമ്മുടെ ചാപ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് നമ്മുടെ റൈറ്റേഴ്സിന്റെയും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പൊ ഞാൻ ചാപ്റ്റേഴ്സ് വൈസ് അതിന്റെ റൈറ്റേഴ്സിന്റെയും കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ഓരോ ചാപ്റ്ററിന്റെയും എക്സസൈസിന്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ള പദപരിചയം അല്ലെ. പദപരിചയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ PSC പരീക്ഷകളിൽ ചോദിക്കുന്ന പദപരിചയം 99% SCERT നിന്നാണ് അല്ലെ. അപ്പോ ഈ ഇവരുടെ ടെക്സ്റ്റിന്റെ ബാക്കിൽ സൈഡ് അവരുടെ എക്സസൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ള പദപരിചയത്തിൽ നിന്നും കുറച്ചൊന്നല്ല മുഴുവനും അതിന്ന് 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മുഴുവൻ പദപരിചയവും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു 5ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് പാർട്ട്, നമ്മുടെ ഫസ്റ്റത്തെ ബുക്ക്, അവരുടെ ആദ്യത്തെ ബുക്ക് നമ്മുടെ കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് എന്താണെന്ന് നോക്കിയാലോ. ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് എന്താണ്? അതിദ്രുതം. അതിദ്രുതം എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വേഗത്തിൽ. ഓക്കെ, വളരെ വേഗത്തിൽ. അനുഗ്രഹീത എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഗ്രഹം ലഭിച്ചവളെയാണ് നമ്മൾ അനുഗ്രഹീത എന്ന് പറയാം അല്ലെ. നമ്മൾ പറയാറുണ്ടല്ലോ അവൾ ഭയങ്കര അനുഗ്രഹീതയാണെന്ന് പറയാറുണ്ട്. അതുപോലെ എന്താണ്? അഭിമുഖം എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖത്തിനു നേരെ അഥവാ ഫേസ് ടു ഫേസ്. നമ്മൾ അഭിമുഖം അല്ലെ, ഒരു ഇന്റർവ്യൂവിനൊക്കെ നമ്മൾ പറയുന്നതാണ്. ഇന്റർവ്യൂ ഒക്കെ എങ്ങനെയായിരിക്കും? നമ്മുടെ മുഖത്തോട് മുഖം നോക്കിയിട്ടായിരിക്കില്ലേ, അല്ലാതെ നമ്മൾ ഒരു സൈഡിലോട്ട് തിരിഞ്ഞിരുന്ന് അവർ വേറെ സൈഡിലോട്ട് തിരിഞ്ഞിരുന്നിട്ടാണോ? അല്ല. അപ്പൊ നമ്മുടെ അഭിമുഖം എന്ന് പറയുന്നത് എങ്ങനെയാണ്? മുഖത്തിന് നേരെ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചിങ്ങനെ കണക്ട് ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ പഠിക്കാൻ. അല്ലാതെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് ചിലപ്പോൾ ഓർത്തെടുക്കാനായിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കണക്ട് ചെയ്തിട്ട് പഠിക്കാം. നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന രീതി ഏതാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക, എന്നിട്ട് ആ രീതിയിൽ നമ്മളത് കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മുറിച്ചെടുക്കുക അല്ലെ, മുറിച്ചെടുക്കുക. ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളാണല്ലോ. അത് അറുത്തെടുക്കുക അല്ലെങ്കിൽ അത് അറുക്കായിരുന്നില്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, അടുത്തത് അഹന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരം. ആർഭാടം, ആഡംബരം. ഇലച്ചാർത്തുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്കൂട്ടങ്ങൾ. നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഈ ചാർത്ത് എന്നൊക്കെ പറയല്ലേ, നമ്മൾ ഇലച്ചാർത്ത്, കണ്ണന് ചാർത്ത് ഇടുക എന്നൊക്കെ പറയല്ലേ, നമ്മൾ തുളസിമാല ചാർത്ത് അങ്ങനെയൊക്കെ. അപ്പൊ ഇലച്ചാർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്കൂട്ടങ്ങൾ അല്ലെ. ഒരുപാട് ഇലക്കൂട്ടങ്ങൾ കെട്ടിയിട്ട് ഒരു മാല എന്നൊക്കെ പറയുന്നത് പോലെ ഇലച്ചാർത്തുകൾ, ഇലക്കൂട്ടങ്ങൾ. ഒളിയിടം എവിടെയാണ്? എന്താണ്? ഒളിച്ചിരിക്കാനുള്ള സ്ഥലം. ഓക്കെ, ഓമൽ കിനാവ്, കൗതുകമുള്ള സ്വപ്നം. ഓമൽ കിനാവ് കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വപ്നം കാണുക എന്നാണ് അല്ലെ. അപ്പോ ഓമൽ കിനാവ് എന്ന് വെച്ചാൽ കൗതുകമുള്ള സ്വപ്നം. ഓക്കെ, കന്നിമഴ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ പ്രസവം. കന്നി എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം എന്നാണ്. അപ്പൊ അതുപോലെ കന്നിമഴ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ മഴ. കലപിലാരവം, ശബ്ദം. ആരവം എന്നാൽ എന്താണ്? ശബ്ദം. അപ്പൊ കലപിലാരവം എന്നാൽ കലപില ശബ്ദം. ഓക്കെ, കുരുത്ത എന്നാൽ എന്താണ്? ഉണ്ടായ അല്ലെങ്കിൽ മുളച്ചു വന്ന അല്ലെ. മണ്ണിൽ നമ്മളിങ്ങനെ പറയാറില്ലേ, മണ്ണിൽ കുരുത്ത ആദ്യത്തെ ചെടിയാണെന്നൊക്കെ പറയാറില്ലേ. അപ്പൊ കുരുത്ത എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? മുളച്ചു വന്ന അല്ലെങ്കിൽ ഉണ്ടായ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ചാർത്തുക, അലങ്കരിക്കുക അല്ലെങ്കിൽ അണിയുക അല്ലെ. ഞാൻ അപ്പോഴേ പറഞ്ഞതുപോലെ കണ്ണന് മാല ചാർത്തുക എന്നൊക്കെ പറയുന്നത് പോലെ ചാർത്തുക, അലങ്കരിക്കുക അല്ലെങ്കിൽ അണിയുക. ഓക്കെ, അടുത്തത് ചെന്താരുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവന്ന പൂക്കൾ. ചെന്താരുകൾ എന്നാൽ എന്താണ്? ചുവന്ന പൂക്കൾ.
ഓക്കെ, ചേറ്റി. ചേറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിതറി അല്ലെങ്കിൽ പരത്തി. വിതറി അല്ലെങ്കിൽ പരത്തി എന്നുള്ളതാണ് ചേറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. തൂമ. തൂമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭംഗി, വെളുപ്പ് അല്ലെ? ഭംഗി, വെളുപ്പ്. നീർക്കണം. നീർക്കണം എന്നാൽ എന്താണ്? വെളുത്തുള്ളിയാണ് നമ്മൾ നീർക്കണം എന്ന് പറയുന്നത്. ഓക്കെ. നുകർന്ന. നുകർന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ആസ്വദിച്ച. നുകർന്ന, ആസ്വദിച്ച. നെടുവീർപ്പ്, നീണ്ട ശ്വാസമിടൽ അല്ലെ? നമ്മൾ ഇങ്ങനെ പറയില്ലേ, ഇങ്ങനെ നെടുവീർപ്പ് ഇടുക എന്ന് പറയില്ലേ? അപ്പൊ നെടുവീർപ്പ് എന്നാൽ എന്താണ്? നീണ്ട ശ്വാസം വിടൽ. ഓക്കെ. പകിട്ട്. പകിട്ട് എന്നാൽ എന്താണ്? മൂടി അല്ലെങ്കിൽ തിളക്കം. പകിട്ട്. ഓക്കെ. ആ ഒരു പട്ടിന് ഭയങ്കര പകിട്ടാണെന്നൊക്കെ പറയും നമ്മൾ. സാരിയുടെ ഒക്കെ കാര്യങ്ങൾ വരുമ്പോൾ ആ പട്ടിന് ഭയങ്കര പകിട്ടാണെന്ന് പറയും. അപ്പൊ പകിട്ട് എന്നാൽ എന്താണ്? മൂടി അല്ലെങ്കിൽ തിളക്കം. പരിഭവം. സങ്കടവും പ്രതിഷേധവും ചേർന്ന വികാരം. അതാണ് പരിഭവം എന്ന് പറയുന്നത്. പരിഭവം പറയുക എന്നൊക്കെ പറയില്ലേ? സങ്കടവും പ്രതിഷേധവും ചേർന്ന വികാരം. ഓക്കെ. പാതയോരം, വഴിയരിക്. പാതയോരം എന്നാൽ എന്താണ്? വഴിയരിക്. പുൽനാമ്പ്, പുല്ലിന്റെ മുള. പ്രതിധ്വനി. പ്രതിധ്വനി എന്നാൽ എന്താണ്? മാറ്റൊലി. പ്രതിധ്വനി, മാറ്റൊലി. പ്രതിരോധിച്ചു. പ്രതിരോധിക്കുക എന്നാൽ എന്താണ്? തടഞ്ഞു. പ്രതിരോധിച്ചു എന്നാൽ എന്താണ് വരുന്നത്? തടഞ്ഞു. ബഹുമതി. ബഹുമതി എന്നാൽ ബഹുമാനം അല്ലെങ്കിൽ ആദരവ് അല്ലെ? ബഹുമതി എന്നാൽ എന്താണ്? ബഹുമാനം അല്ലെങ്കിൽ ആദരവ്. ഇന്ന വ്യക്തിയെ നമ്മൾ പത്മഭൂഷൺ നൽകി ആദരിച്ചു അല്ലെങ്കിൽ ഇന്ന ബഹുമതി നൽകി അങ്ങനെ നമ്മൾ പറയുന്ന സമയത്ത് അവിടെ എന്താണ്? അതൊരു ബഹുമാനമാണ് അല്ലെ? അവർക്ക് ലഭിക്കുന്ന ഒരു ബഹുമാനമാണ് അല്ലെങ്കിൽ അതൊരു ആദരവാണ്. ഓക്കെ. അപ്പൊ അതിനെയാണ് നമ്മൾ ബഹുമതി എന്ന് പറയുന്നത്. ഓക്കെ. മഴയിരമ്പം. മഴയുടെ ശബ്ദം. മഴയിരമ്പം. ഇരമ്പം കേൾക്കുക എന്ന് പറയില്ല നമ്മള്. അപ്പൊ മഴയുടെ ശബ്ദം. എരമ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മഴ ഒരു സൈഡിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്കൊരു ശബ്ദം കേൾക്കാറില്ലേ? ഒരു എരമ്പം. അതിനെയാണ് നമ്മൾ മഴയുടെ ശബ്ദം എന്ന് പറയുന്നത്. ഓക്കെ. മാർദ്ദവം, മിനുസം. മിഴി. മിഴി എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ്, നേത്രം, നയനം. കണ്ണ്, നേത്രം, നയനത്തിനെയാണ് നമ്മൾ മിഴി എന്ന് പറയുന്നത്. മേട്. ഉയർന്ന നിരപ്പായ സ്ഥലം അല്ലെ? പുൽമേടുകൾ അല്ലെങ്കിൽ മേട് എന്നൊക്കെ പറയുന്നത് ഉയർന്ന നിരപ്പായ സ്ഥലത്തിനെയാണ്. രാജമുദ്ര. രാജമുദ്ര എന്നാൽ എന്താണ്? രാജാവിന്റെ മുദ്ര. ഇവിടെ കിരീടം എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ. അപ്പൊ രാജമുദ്ര എന്നാൽ എന്താണ്? രാജാവിന്റെ മുദ്ര. ഇവിടെ കിരീടം എന്നാണ് അർത്ഥം വരുന്നത്. ലാളിക്കുക അല്ലെ? നമ്മളൊരു കുഞ്ഞിനെ ലാളിക്കുക എന്നൊക്കെ പറയില്ലേ? അപ്പൊ ലാളിക്കുക അവിടെ ലാളന എന്ന് വരുന്ന അർത്ഥം എന്താണ്? ഓമനിക്കുക അല്ലെ? ലാളിക്കുക, ഓമനിക്കുക. വാനമ്പാടി. മധുരമായി പാടുന്ന ഒരു പക്ഷി. മധുരമായി പാടുന്ന ഒരു പക്ഷിയാണ് നമ്മൾ വാനമ്പാടി എന്ന് പറയുന്നത്. കേരളത്തിന്റെ വാനമ്പാടി എന്ന് പറയുന്നത് KS ചിത്രയാണ് അല്ലെ? അപ്പൊ അവർ എന്തുമായിട്ടാണ് റിലേറ്റഡ്? അവര് പാട്ടുകളുമായിട്ടാണ് റിലേറ്റഡ്. അപ്പൊ മധുരമായി പാടുന്ന ഒരു പക്ഷിയെ നമ്മൾ പറയുന്ന പേരാണ് വാനമ്പാടി. ഓക്കെ. വിലാപം, കരച്ചിൽ. വിലാപം എന്ന് പറഞ്ഞാൽ എന്താണ്? കരച്ചിലാണ്. സാന്ത്വനം, സാന്ത്വനിപ്പിക്കുക, ആശ്വസിപ്പിക്കൽ. ആശ്വസിപ്പിക്കലിനെയാണ് പറയുന്നത്. അട്ടഹാസം. അട്ടഹാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അലർച്ച. അട്ടഹാസം എന്നാൽ എന്താണ്? അലർച്ചയെയാണ് പറയുന്നത്. അലർച്ച. അടുത്തത് അരകല്ല്. അരകല്ല് എന്നാൽ എന്താണ്? അരയ്ക്കുന്ന കല്ല്. അരകല്ല്, അരയ്ക്കുന്ന കല്ല്. ആശു. പെട്ടെന്ന്. ആശു എന്നാൽ എന്താണ്? പെട്ടെന്ന് എന്നാണ് വരുന്നത്. ഉച്ചിക്കുടുമ. ഉച്ചിക്കുടുമ എന്ന് പറഞ്ഞാൽ എന്താണ്? നെറുകയിൽ കെട്ടിയ മുടി എന്നാണ്. അപ്പൊ ഉച്ചി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവിടെയൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു കാര്യം, ഉച്ചിയിൽ എണ്ണയിടണം, ഉച്ചിയിൽ അങ്ങനെ പറയുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ഉച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നെറുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ? ഉച്ചിയിൽ എണ്ണയിട്ടിട്ട് കുളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നാട്ടും പുറത്തൊക്കെ. അപ്പൊ ഉച്ചി. അപ്പൊ കുടുമ എന്ന് വെച്ചാൽ എന്താണ്? കുടുമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു റൗണ്ട് ആയിട്ട് മുടി കെട്ടുന്നതിനെയാണ് നമ്മൾ കുടുമ എന്ന് പറയുന്നത്. അപ്പൊ ഉച്ചിക്കുടുമ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറുകയിൽ കെട്ടിയ മുടി. ഓക്കെ. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കണേ. ഉദ്യോഗജനകം. ഉദ്വേഗജനകം എന്നാൽ അമ്പരപ്പുണ്ടാക്കുന്ന, പരിഭ്രമിപ്പിക്കുന്ന. അമ്പരപ്പുണ്ടാക്കുന്ന, പരിഭ്രമിപ്പിക്കുന്നു. എടുപിടിയുന്ന, വളരെ പെട്ടെന്ന്. കാന്തി എന്നാൽ എന്താണ്? ശോഭ അല്ലെങ്കിൽ തിളക്കം. ഓക്കെ. കേശം, തലമുടി. കൊഞ്ചും മൊഴി. കൊഞ്ചും മൊഴി എന്നാൽ എന്താണ്? കൊഞ്ചി പറയൽ. കൊഞ്ചി പറയൽ. ക്ഷ പിടിച്ചു അല്ലെ? എന്നാൽ എന്താണ്? നന്നായി ഇഷ്ടപ്പെട്ടു. ക്ഷ പിടിച്ചു എന്നാൽ എന്താണ്? നന്നായി ഇഷ്ടപ്പെട്ടു. അടുത്തത് ചിണുക്കി. ചിണുക്കി എന്നാൽ എന്താണ്? കുടുക്കി എന്നാണ് പറയുന്നത്. ചിണുക്കി, കുടുക്കി. ഓക്കെ. ചെങ്കുത്തായ. ചെങ്കുത്തായ എന്നാൽ എന്താണ്? നേരെ കുത്തനെയുള്ള, കീഴ്ക്കാം തൂക്കായ. ഓക്കെ. നേരെ കുത്തനെ കീഴ്ക്കാം തൂക്കായിട്ടുള്ള. ഓക്കെ. ചെപ്പ്. അടപ്പുള്ളൊരു ചെറിയ പാത്രം. ഓക്കെ. അടപ്പുള്ളൊരു ചെറിയ പാത്രത്തിനെയാണ് ചെപ്പ് എന്ന് പറയുന്നത്. ചെമ്പിച്ച. ചെമ്പിച്ച എന്നാൽ എന്താണ്? ചെമ്പിന്റെ നിറമുള്ള. ഓക്കെ. ചെമ്പിന്റെ നിറമുള്ള. അപ്പൊ നമ്മളിങ്ങനെ പറയാറില്ലേ, ചില കുട്ടികളുടെ മുടിയൊക്കെ കാണുന്ന സമയത്ത് അവൾക്ക് അങ്ങനെ ചെമ്പിച്ച മുടിയാണെന്ന് പറയാറുണ്ട് അല്ലെ? അതിന്റെ അർത്ഥം എന്താണ്? ചെമ്പിന്റെ നിറമുള്ള മുടി. ചെമ്പിന്റെ നിറമുള്ള മുടി. ഓക്കെ. ഞെട്ട്. ഞെട്ട് എന്നാൽ എന്താണ്? പൂവിനെയും ഇലയെയും തണ്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഞെട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഞൊറി. ഞൊറി എന്നാൽ എന്താണ്? വസ്ത്രത്തിൽ ഭംഗിക്കായി ഉണ്ടാക്കുന്ന മടക്കുകൾ. സാരിയിലൊക്കെ ഞൊറി പിടിക്കില്ലേ നമ്മൾ? അപ്പൊ സാരിയുടെ ഞൊറി. ഓക്കെ. അപ്പൊ വസ്ത്രത്തിൽ ഭംഗിയായി ഉണ്ടാക്കുന്ന
മടക്കുകൾ. ഓക്കെ. ഞൊറിഞ്ഞു, ഞൊറിയുടുത്തു അല്ലെ, ഞൊറിഞ്ഞുടുക്കുക എന്ന് പറയില്ലേ, ഞൊറിഞ്ഞുടുക്കു. അടുത്തത് തണ്ടികപ്പാവ. തണ്ടികപ്പാവ എന്നാൽ എന്താണ്? കെട്ടിത്തൂക്കിയ പാവ. തണ്ടികപ്പാവ എന്നാൽ കെട്ടിത്തൂക്കിയ പാവ. അടുത്തത് തണ്ട്. തണ്ട് എന്നാൽ എന്താണ്? തുഴ അല്ലെങ്കിൽ പങ്കായം അല്ലെങ്കിൽ പല്ലക്ക്. തുഴ, പങ്കായം അല്ലെങ്കിൽ പല്ലക്ക്. തള്ളി വരുന്നു, ശക്തിയോടെ വരുന്നു, ശക്തിയോടെ വരുന്നു. തെളിച്ചം, പ്രകാശം അല്ലെങ്കിൽ പ്രസന്നത. തെളിച്ചം എന്നാൽ പ്രകാശം അല്ലെങ്കിൽ പ്രസന്നത. ദശാന്തരം. ദശാന്തരം എന്നാൽ എന്താണ്? സന്ദർഭം, സന്ദർഭം. അടുത്തത് ദാരുണം, സങ്കടമുണ്ടാക്കുന്നത് അല്ലെ, ദാരുണമായ മരണം അല്ലെങ്കിൽ ദാരുണമായ ആക്സിഡന്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? സങ്കടം ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. പറ്റു വിളിക്കുക, കുഴൽ വിളിക്കുക. പറ്റു വിളിക്കുക, കുഴൽ വിളിക്കുക. പള്ള, വയറ് അല്ലെ, പള്ളം നിറയെ ചോറുണ്ണണം എന്നൊക്കെ പറയില്ലേ, പള്ള, വയറിനെയാണ് നമ്മൾ പറയുന്നത്. പിമ്പൻ, പിന്നിൽ നിൽക്കുന്നവൻ. പെരിയ, വലിയ. ഇതൊരു തമിഴിൽ നമ്മൾ പറയില്ലേ പെരിയ, അവിടെ പെരിയ എന്ന് പറയുന്നത് എന്താണ്? അവിടെ വലുത് എന്നാണ് അല്ലെ, അപ്പൊ അവിടെ പെരിയ, വലിയ. ഓക്കെ. വമ്പൻ, വമ്പൻ. വമ്പൻ എന്നാൽ എന്താണ്? വമ്പൻ എന്നാണ് വരുന്നത്. മരതകം, പച്ച നിറമുള്ള രത്നം, പച്ച നിറമുള്ള രത്നം. മലരണിക്കാട്, പൂക്കൾ നിറഞ്ഞ മനോഹരമായ കാട്. ഓക്കെ. മണ്ടുക, ഓടുക. മാരുതൻ, കാറ്റ്. മിഴി, കണ്ണ്. മുഞ്ഞി എന്നാൽ എന്താണ്? മുഖം എന്നാണ്. മുഞ്ഞി, മുഖം. മുമ്പൻ, മുന്നിൽ ആദ്യം എഴുതുന്നവൻ. മുഴുപ്പ്, വണ്ണം. വമ്പിച്ച, വലിയ. വലഞ്ഞു, തളർന്നു. വിരുദൻ, സമർത്ഥൻ. വെല്ലുവിളി, ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഏറ്റെടുക്കാനുള്ള ആഹ്വാനം, അതാണ് വെല്ലുവിളി. ഓക്കെ. ലെസൽ. ലെസൽ എന്നാൽ എന്താണ്? ലസിക്കുന്ന അല്ലെങ്കിൽ ശോഭിക്കുന്ന എന്നുള്ളതാണ് ലെസൽ എന്നതുകൊണ്ട് പറയുന്നത്. ശീല എന്നാൽ എന്താണ് പറയുന്നത്? തുണി. തുണിക്ക് പറയുന്ന പേരാണ് ശീല. ഓക്കെ. അഗാധത അല്ലെ, PSC യുടെ ഒരു ഇഷ്ട ചോദ്യമാണ് അല്ലെ ഈ അഗാധത. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് അഗാധത എന്ന് പറയുന്നത്. അഗാധത, ആഴം. അഗാധത, ആഴം. ഇത് പദപരിചയമായിട്ട് അല്ലെങ്കിൽ കൂടി ഇത് സ്പെല്ലിംഗ് തെറ്റിച്ചിട്ട് കൊടുത്തിട്ട്, അതായത് ആ ഒരു ഇത് തെറ്റിയിട്ട് കൊടുക്കും. എന്നിട്ട് ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് പറയട്ടോ. ഇതെന്നൊക്കെ എങ്ങനെ വേണമെങ്കിലും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ അഗാധതയൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. അഗാധത, ആഴം. അസഹ്യം, സഹിക്കാൻ കഴിയാത്തത്. ആളുക, ജ്വലിക്കുക. ഇരമ്പം, മുഴക്കം. ഉദ്യോഗജനകം, ഭയവും ആകാംക്ഷയും ജനിപ്പിക്കുന്നത്. ഉറ്റുനോക്കുക, സൂക്ഷിച്ച് നോക്കുക. കണ്ണട്ട് അല്ലെ, ഞാൻ കണ്ണട്ട് കാത്തിരിക്കുകയാണെന്ന് പറയുന്നത് എന്താണ്? കണ്ണുറപ്പിച്ച്. കളഗാനം, മധുരമായ പാട്ട്. കവല, മൂന്നോ നാലോ റോഡുകൾ കൂടിച്ചേരുന്ന സ്ഥലം. മൂന്നോ നാലോ റോഡുകൾ കൂടിച്ചേരുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ കവല എന്ന് പറയുന്നത്. കൂര. കുര എന്ന് പറഞ്ഞാൽ എന്താണ്? കുടില് അല്ലെങ്കിൽ ഒരു ചെറിയ കുര. ഓക്കെ. കൊല്ലി, മലയിടുക്ക്. കൊല്ലി എന്നാൽ എന്താണ് അർത്ഥം വരുന്നത്? മലയിടുക്ക്. ചിന്നിയ. ചിന്നിയ എന്ന് പറയുന്നത് നമ്മൾ എന്തിനെയാണ്? ചെതറിയ അല്ലെ, ചിന്നിച്ചെതറുക എന്നൊക്കെ പറയില്ല. അപ്പൊ ചിന്നിയ, ചെതറിയ. ചെങ്കുത്തായ, കുത്തനെയുള്ള. ചെങ്കുത്തായ, കുത്തനെയുള്ള. തൂവെള്ള, നല്ല വെള്ളം അല്ലെ. തൊണ്ണ്. തൊണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോണയ്ക്കാണ് പറയുന്നത്. തൊണ്ണ്, മോണ. ദൃശ്യം, കാഴ്ച. ദൃശ്യം എന്നാൽ എന്താണ്? കാഴ്ച എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ. അടുത്തത് നാൽവർ. നാൽവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 പേർ എന്നാണ് വരുന്നത്. നാൽവർ, 4 പേർ. ഓക്കെ. നിത്യവേല, ദിവസവും ചെയ്യുന്ന ജോലി. ദിവസവും ചെയ്യുന്ന ജോലി. നിരത്ത്. നിരത്ത് എന്നാൽ എന്താണ്? വഴി അല്ലെങ്കിൽ റോഡ്. വഴി അല്ലെങ്കിൽ റോഡ്. നിശ്ലേഷം. നിശേഷം. നിശേഷം എന്നാൽ എന്താണ്? ബാക്കി വയ്ക്കാതെ അല്ലെ. നിശേഷം, ബാക്കി വയ്ക്കാതെ. നൂലിട. നൂല് കടക്കാനാവുന്ന വളരെ ചെറിയ വിടവ് അല്ലെ. അവന് നൂലിട കൊടുക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ. എന്താണ്? നൂല് കടക്കാനാവുന്ന ഒരു വിടവ് പോലും കൊടുക്കാൻ പാടില്ല, അങ്ങനെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നൂലിട, നൂൽ കടക്കാനാവുന്ന വിടവ്. ഓക്കെ. നേരം പോക്ക്, തമാശ. പടലം, കൂട്ടം. പ്രതീതി, തോന്നൽ. മന്ത്രം, പതിഞ്ഞത്. മന്ത്രം, പതിഞ്ഞത് എന്നാണ് അർത്ഥം വരുന്നത്. ഓക്കെ. ഓക്കെ. അടുത്ത എന്താണ്? മന്നിടം. മന്നിടം എന്നാൽ എന്താണ്? ഭൂമി എന്നാണ് അർത്ഥം വരുന്നത്. മന്നിടം, ഭൂമി. വാരൊളി. വാരൊളി എന്നാൽ എന്താണ്? നല്ല ശോഭ. നല്ല ശോഭ. വിദൂര വീക്ഷണം, അകലേക്കുള്ള നോട്ടം. വീക്ഷണം, അകലേക്കുള്ള നോട്ടം. വിസ്മയം, അത്ഭുതം. വെക്കം, വേഗം. വെക്കം എന്നാൽ എന്താണ്? വേഗം എന്നാണ് പറയുന്നത്. വേനൽപൂട്ട്, വേനൽ അവധി. വേനൽപൂട്ട് എന്നാൽ എന്താണ്? വേനൽ അവധി. ശൈത്യം, തണുപ്പ്. ശൈത്യം എന്നാൽ എന്താണ്? തണുപ്പാണ്. സർപ്പശിരസ്, പാമ്പിന്റെ തല. സർപ്പശിരസ്, പാമ്പിന്റെ തല.
ഹരിതാപം, പച്ചപ്പിന്റെ ഭംഗിയുള്ള. ഹരിതാപം എന്നാൽ എന്താണ്? പച്ചപ്പിന്റെ ഭംഗിയുള്ള. ഓക്കെ, അപ്പൊ ഇത് ടെക്സ്റ്റ് ബുക്കിന്റെ ഓരോ ചാപ്റ്ററും കഴിയുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള പദപരിചയത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾമോസ്റ്റ് 5ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് കവർ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോട്ട് എടുത്തിട്ട് എഴുതാനായിട്ട് ഇരിക്കുക. എഴുതി കഴിഞ്ഞതിന് ശേഷം സമഗ്രയിൽ കയറിയിട്ട് അവരുടെ ആ PDF ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വായിച്ചു നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എക്സ്ട്രാ വല്ല നോട്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വിട്ടുപോയതുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടേതായിട്ടുള്ള ഒരു നോട്ട് എഴുതുക. അപ്പൊ ഇങ്ങനെ നോട്ട് ചെയ്ത് നമ്മൾ പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് SCERTക്ക് പുതിയൊരു ബുക്ക് മേടിക്കേണ്ട കാര്യം നമുക്ക് വരുന്നില്ല അല്ലെ. അപ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ആവശ്യമുള്ളവര് മാക്സിമം ഷെയർ ചെയ്യുക, കാണുക കേട്ടോ. താങ്ക് യു സോ മച്ച്. വേറൊരു വീഡിയോ ആയിട്ട് മുന്നൊരു ദിവസം കാണാം.